ഒറ്റ ശ്രീകോവിലിൽ 3 ദേവപ്രതിഷ്ഠകൾ. അഭീഷ്ടകാര്യസിദ്ധിക്കായി കൂവളമാല. നൂറ്റാണ്ടുകളുടെ പെരുമയിൽ ശംഖുകുളങ്ങര കാവ്. പ്രകൃതിയിലേക്ക് അലിഞ്ഞുകിടക്കുന്ന ഭക്തിഭാവമാണ് ഓരോ കാവുകളും. സംരക്ഷിച്ച് കൂടെ നിർത്തേണ്ട പല കാവുകളും ഇന്ന് നാമമാത്രമായി അവശേഷിക്കുമ്പോൾ പൗരാണികതയുടെ ഗാംഭീര്യം പേറി തല ഉയർത്തി നിൽക്കുന്ന ശംഖുകുളങ്ങര കാവ് ഭക്തർക്കും പ്രകൃതി സ്നേഹികൾക്കും ഇടയിൽ ഒരേപോലെ ഹൃദ്യമാവുകയാണ്. തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂർ ഗുരുവായൂർ റൂട്ടിൽ ശ്രീനാരായണപുരം സെൻട്രൽ നിന്ന് 200 മീറ്റർ വടക്കോട്ട് മാറി പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ശംഖുകുളങ്ങര കാവ് സ്ഥിതി ചെയ്യുന്നത്. ചരിത്ര വിദ്യാർത്ഥികളുടെയും ഗവേഷകരുടെയും പരിസ്ഥിതി പ്രവർത്തകരുടെയും പ്രിയപ്പെട്ട ഇടമാണിത്. തീർത്തും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നിലകൊള്ളുന്ന ഒരു ക്ഷേത്രം കാവിൻ്റെ മധ്യത്തിലായി കാണാൻ കഴിയും. ശ്രീനാരായണപുരത്തെ ഹൈന്ദവ വിശ്വാസികളുടെ പ്രധാന ആരാധനാലയങ്ങളിൽ ഒന്നാണ് ഇവിടം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിന് അനേകം പ്രത്യേകതകളുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് നശിപ്പിക്കപ്പെട്ട അനേകം ക്ഷേത്രങ്ങളിലെ തകർന്ന ആരാധനാ വിഗ്രഹങ്ങൾ കൊണ്ട് വന്നുവെച്ച് പ്രതിഷ്ഠിച്ച ഇടമാണ് ശംഖുകുളങ്ങര കാവ് എന്ന ഈ കൊച്ചു ക്ഷേത്രമെന്നാണ് ചരിത്രം പറയുന്നത്. ജനകേന്ദ്രീകൃതമല്ലാത്ത ഇടത്താണ് കാവ് എന്നതും പ്രദേശവാസികൾക്കപ്പുറം അധികമാർക്കും ഈ കാവിനെ കുറിച്ച് അറിവില്ല എന്നതുമാണ് പഴമയുടെ പ്രൗഢിയും പ്രകൃതിയുടെ നിറവുമായി കാവ് ഇന്നും പച്ചപിടിച്ചു നിൽക്കുന്നതിനുള്ള കാരണം. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന പ്രതിഷ്ഠയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. സാധാരണ ക്ഷേത്രങ്ങളിൽ ഒരു ദേവനോ ദേവിയോ ആണ് ശ്രീകോവിലിനുള്ളിൽ പ്രധാന പ്രതിഷ്ഠയായി വരുന്നത്. എന്നാൽ ഇവിടെ 3 പ്രതിഷ്ഠകളാണ് ശ്രീകോവിലിനുള്ളിൽ ഉള്ളത്. ഭദ്രകാളിയും രാജരാജേശ്വരിയും ശാസ്താവും ഒരേ ശ്രീകോവിലിൽ തന്നെ കുടികൊള്ളുന്നു. ഇത് കേരളത്തിൽ അപൂർവമാണ് എന്ന് മാത്രമല്ല മൂവരെയും തുല്യ പ്രാധാന്യത്തോടെയാണ് പൂജിച്ചു വരുന്നത്. സ്വർണ്ണവർണ്ണമുള്ള പടികളോടുകൂടിയ ശ്രീകോവിലിനുള്ളിൽ പഞ്ചലോഹ വിഗ്രഹ രൂപത്തിൽ ഭദ്രകാളി, രാജരാജേശ്വരി, ശാസ്താവ് എന്നിവർ നിലകൊള്ളുന്നു. ഇരുവശവും മരങ്ങൾ നിറഞ്ഞ ഭൂമിയിൽ പഞ്ചസാര മണൽ വിരിച്ച നടപ്പാതയുള്ളൊരു ക്ഷേത്രം. മതിൽക്കെട്ടുകളോ നാലമ്പലമോ ഇല്ലാത്ത ഈ ക്ഷേത്രത്തിൽ ഗണപതി, ശിവൻ, നടരാജൻ തുടങ്ങിയവയുടെ ചുവർചിത്രങ്ങളും കാണാനാകും. ചിത്രങ്ങളിൽ പോലും ദേവാംശം കാണുന്ന ദേശക്കാർ പ്രസ്തുത രൂപങ്ങളെ വണങ്ങിയ ശേഷമാണ് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഈ കാവിനോട് ചേർന്ന് തന്നെ 18 സെൻറ് വീതമുള്ള മണിനാഗക്കാവും കരിനാഗക്കാവും കാണാനാകും. 1 ഏക്കർ 60 സെൻറ് സ്ഥലത്തായി വ്യാപിച്ചു കിടക്കുന്ന ശംഖുകുളങ്ങര കാവ് വിസ്തൃതിയിലും ജൈവ വൈവിധ്യത്തിലും ഏറെ മുന്നിലാണ്. തൃശ്ശൂർ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ കാവുകളിലൊന്നാണ് ശംഖുകുളങ്ങര കാവ്. കരിയിലകൾ നിറഞ്ഞ ഭൂമിയുടെ വേറിട്ട ഭംഗി ഭക്തി നിറഞ്ഞ അന്തരീക്ഷത്തെ കൂടുതൽ ശക്തമാക്കുന്നു. നിത്യഹരിതവനങ്ങളിൽ മാത്രം കാണുന്ന പല വൃക്ഷങ്ങളും സസ്യങ്ങളും